ജെറമിയ അധ്യായം 25. 70 വർഷം പ്രവാസത്തിൽ. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം, ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ 1-ാം ഭരണവർഷം, യൂദാ ജനത്തെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ജെറമിയ പ്രവാചകൻ യൂദായിലെ ജനത്തോടും ജെറുസലേം നിവാസികളോടും പറഞ്ഞു: യൂദാ രാജാവും ആമോൻ്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം മുതൽ ഇന്ന് വരെ 23 വത്സരം ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ കേട്ടില്ല. കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. അവർ പറഞ്ഞു: നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക. എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം. അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത്. നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവ് അരുളിച്ചെയ്യുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബൂഖദ്നേസറിനെയും ഞാൻ വിളിച്ചു വരുത്തും. ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും. ഞാൻ അവരെ ഒരു ബീഭത്സ വസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവുമാക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമിർപ്പും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും നീക്കിക്കളയും. ഈ ദേശം നശിച്ച് ശൂന്യമാകും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യമായി തീർക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു. ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജെറമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും. അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ക്രോധത്തിൻ്റെ പാനപാത്രം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു: എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രമെടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പാനപാത്രമെടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചോ ആ ജനതകളെല്ലാം കുടിപ്പിച്ചു. ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവുമാക്കേണ്ടതിന് ജെറുസലേം, യൂദായിലെ നഗരങ്ങൾ, ഭൂമിയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഈജിപ്തിലെ രാജാവ്, ഫറവോ, അവൻ്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, ജനം, അവരുടെ ഇടയിലുള്ള വിദേശീയർ, ഊസ് ദേശത്തിലെ രാജാക്കന്മാർ, ഫിലിസ്ത്യരുടെ, അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ, ഏദോം, മൊവാബ്, അമോന്യർ, ടയറിലും സീദോനിലും കടലിനക്കരെയുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ, ദേദാൻ, തേമ, ബുസ്, ചെന്നി മുണ്ടനം ചെയ്യുന്നവർ, അറബിയയിലെ രാജാക്കന്മാർ, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ, സിമ്രി, ഏലാം, മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ, അങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും. അവസാനം ബാബിലോൺ രാജാവും കുടിക്കും. നീ അവരോട് പറയുക: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു: നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദ്ദിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയിൽ വീഴുക. നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം: നിങ്ങൾ കുടിച്ചേ തീരൂ എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ? നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും.
ഈ ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക. കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. തൻ്റെ അജഗണത്തിനെതിരെ അവിടുന്ന് ഉച്ചത്തിൽ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കും എതിരെ അവിടുന്ന് ശബ്ദമുയർത്തുന്നു. അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങിക്കേൾക്കാം. കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാ, അനർത്ഥം ജനതകളിൽ നിന്ന് ജനതകളിലേക്ക് വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു. ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും. ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല. വയലിൽ വളം വിതറിയതുപോലെ അവർ കിടക്കും. ഇടയന്മാരെ, അലമുറയിട്ട് നിലവിളിക്കുവിൻ. അജപാലകരെ, ചാരത്തിൽ കിടന്നുരുളുവിൻ. നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു. കൊഴുത്ത ആടുകളെപ്പോലെ നിങ്ങൾ കൊല്ലപ്പെടും. ഇടയന്മാർക്ക് ഓടിയൊളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല. ഇതാ, ഇടയന്മാർ നിലവിളിക്കുന്നു, അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു. എന്തെന്നാൽ കർത്താവ് മേച്ചിൽസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നാശകൂമ്പാരമായിരിക്കുന്നു. സിംഹം ഗുഹ വിട്ടിറങ്ങിയിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരതയും അവൻ്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. ജെറമിയ അധ്യായം 26. ജെറമിയ ന്യായാസനത്തിങ്കൽ. യൂദാ രാജാവായ ജോസിയയുടെ മകൻ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു. നീ ദേവാലയ അങ്കണത്തിൽ ചെന്ന് നിന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും. ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വെച്ച് ജെറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകൂ. ഈ ആലയം ഷീലോ പോലെയാകും. ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന്? ജനം മുഴുവൻ ദേവാലയത്തിൽ അവൻ്റെ ചുറ്റും കൂടി. യൂദായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിനു സമീപം ആസനസ്ഥരായി. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരും ജനത്തോടായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്. എന്തെന്നാൽ ഇവൻ ഈ നാശത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജെറമിയ പറഞ്ഞു, നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ്. നീതിയും യുക്തവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക. എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരും പ്രവാചകന്മാരും പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത്. അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയയുടെ കാലത്ത് മെറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂദാ നിവാസികളോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ വയല് പോലെ ഉഴുതുമറിക്കപ്പെടും,
ജെറുസലേം ഒരു കൽക്കൂമ്പാരമാകും, ഈ ആലയം ഇരിക്കുന്ന മല ഒരു വനാന്തരമാകും. എന്നിട്ട് യൂദാ രാജാവായ ഹെസക്കിയായും യൂദാ രാജ്യം അവനെ വധിച്ചു. അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത്. അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ കർത്താവ് അനുതപിച്ചില്ലേ? എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കാൻ പോകുന്നത്. കിരിയാത്തയാറിലെ ഷെമായുടെ പുത്രൻ ഊറിയ എന്നൊരുവനും കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു. അവൻ ഈ നഗരത്തിനും ദേശത്തിനുമെതിരായി ജെറമിയ പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു. യെഹോയാക്കീം രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു. അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഊറിയ ഇതറിഞ്ഞ് ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി. യെഹോയാക്കീം രാജാവ് അക്ബോറിൻ്റെ മകൻ എൽനാഥാനെയും കൂടെ മറ്റു ചിലരെയും അങ്ങോട്ടയച്ചു. അവൻ ഊറിയയെ ഈജിപ്തിൽ നിന്ന് യെഹോയാക്കീം രാജാവിൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു. രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ചു, പൊതുശ്മശാനത്തിലെറിഞ്ഞു. എന്നാൽ ജനം ജെറമിയായെ വധിക്കാതെ ഷാഫാന്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു. ജെറമിയ അധ്യായം 27. ബാബിലോണിൻ്റെ നുകം. യൂദാ രാജാവായ ജോസിയയുടെ പുത്രൻ സെദക്കിയയുടെ ഭരണത്തിൻ്റെ ആദ്യകാലത്ത് ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നുകവും കയറുമുണ്ടാക്കി നിന്റെ കഴുത്തിൽ വെക്കുക. ജെറുസലേമിൽ യൂദാ രാജാവായ സെദക്കിയയുടെ അടുക്കൽ വരുന്ന ദൂതന്മാർ വശം ഏദോം, മൊവാബ്, അമ്മോൻ, ടൈർ, സീദോൻ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്ക് ഈ സന്ദേശം അയക്കുക. തങ്ങളുടെ യജമാനന്മാരെ അറിയിക്കാൻ അവരോട് പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തമായ കരം നീട്ടി ഭൂമിയെയും അതിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചത് ഞാനാണ്. എനിക്ക് ഉചിതമെന്ന് തോന്നുന്നവന് ഞാനത് നൽകും. ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നെബൂഖദ്നേസറിൻ്റെ കരങ്ങളിൽ ഞാൻ ഈ ദേശങ്ങൾ നൽകിയിരിക്കുന്നു. അവനെ സേവിക്കാൻ വയലിലെ മൃഗങ്ങളെയും ഞാൻ കൊടുത്തിരിക്കുന്നു. സകല ജനതകളും അവനെയും അവൻ്റെ പുത്രനെയും പൗത്രനെയും അവൻ്റെ രാജ്യത്തിൻ്റെ കാലം പൂർത്തിയാകുന്നതുവരെ സേവിക്കും. അതിനുശേഷം അനേക ജനതകളും മഹാരാജാക്കന്മാരും അവനെ തങ്ങളുടെ സേവകനാക്കും. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുകയോ അവൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത ജനതയെയും രാജ്യത്തെയും അവൻ്റെ കൈകൊണ്ട് നിശേഷം നശിപ്പിക്കുന്നതുവരെ പടയും പട്ടിണിയും പകർച്ചവ്യാധിയും അയച്ച് ഞാൻ ശിക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെയും പ്രശ്നക്കാരുടെയും സ്വപ്നക്കാരുടെയും ശകുനക്കാരുടെയും ക്ഷുദ്രക്കാരുടെയും വാക്ക് നിങ്ങൾ ശ്രവിക്കരുത്. നിങ്ങളുടെ ദേശത്ത് നിന്ന് നിങ്ങളെ അകറ്റാനും ഞാൻ നിങ്ങളെ തുരത്തി നശിപ്പിക്കാനും ഇടയാകത്തക്ക നുണയാണ് അവർ പ്രവചിക്കുന്നത്. ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെ സേവിക്കുന്ന ജനതയെ സ്വദേശത്ത് തന്നെ വസിക്കാൻ ഞാൻ അനുവദിക്കും. അവർ അവിടെ കൃഷി ചെയ്ത് ജീവിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. യൂദാ രാജാവായ സെദക്കിയായോടും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബാബിലോൺ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കുനിച്ചു കൊടുത്ത് അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചുകൊണ്ട് ജീവിക്കുക. ബാബിലോൺ രാജാവിനെ സേവിക്കാത്ത ജനതകളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തതുപോലെ നീയും നിന്റെ ജനവും വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് എന്തിനു മരിക്കണം? ബാബിലോൺ രാജാവിനെ സേവിക്കരുത് എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ പ്രവചിക്കുന്നത് നുണയാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ആട്ടിയോടിക്കുന്നതിനും നിങ്ങളും നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരും നശിക്കുന്നതിനും വേണ്ടിയാണ് എൻ്റെ നാമത്തിൽ അവർ വ്യാജം പ്രവചിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. പുരോഹിതന്മാരോടും ജനത്തോടും ഞാൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ബാബിലോണിൽ നിന്ന് ഉടനെ തിരികെ കൊണ്ടുവരുന്ന് പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. അവർ നുണയാണ് പ്രവചിക്കുന്നത്. അവരുടെ വാക്കു നിങ്ങൾ കേൾക്കരുത്. ബാബിലോൺ രാജാവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുക. എന്തിന് ഈ നഗരം ശൂന്യമാകണം? അവർ പ്രവാചകന്മാരെങ്കിൽ കർത്താവിൻ്റെ വചനം അവരോട് കൂടെയുണ്ടെങ്കിൽ ദേവാലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ഉള്ള ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ സൈന്യങ്ങളുടെ കർത്താവിനോട് യാചിക്കട്ടെ.
യൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ പുത്രൻ യെക്കോണിയായെയും യൂദായിലെയും ജെറുസലേമിലെയും കുലീനരെയും ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവൻ എടുക്കാതെ വിട്ട സ്തംഭങ്ങൾ, ജലസംഭരണി, പീഠങ്ങൾ, പട്ടണത്തിൽ ശേഷിച്ചിരുന്ന ഉപകരണങ്ങൾ എന്നിവ സംബന്ധിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവിടുത്തെ ആലയത്തിലും യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിലും ജെറുസലേമിലും ശേഷിച്ചിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് അരുളി ചെയ്യുന്നു. അവയെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എൻ്റെ സന്ദർശന ദിവസം വരെ അവ അവിടെയായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ഞാൻ അവ തിരികെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പുനഃസ്ഥാപിക്കും. ജെറമിയ അധ്യായം 28. ജെറമിയായും ഹനനിയായും. ആ വർഷം തന്നെ യൂദാ രാജാവായ സെദക്കിയ ഭരണം തുടങ്ങി. 4-ാം വർഷം 5-ാം മാസം ആസൂറിൻ്റെ പുത്രനും ഗിബയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വച്ച് പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർത്ത് കളയും. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ യെഹോയാക്കീമിൻ്റെ പുത്രൻ യെക്കോണിയായെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാനിവിടേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിൻ്റെ നുകം തകർക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിൻ്റെയും മുമ്പാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു: അങ്ങനെ സംഭവിക്കട്ടെ. ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാൻ ഇപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക. എനിക്കും നിനക്കും മുൻപ് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേക ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കുമെതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും എന്ന് പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് തെളിയുന്നത് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെറമിയ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഓടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിൻ്റെ നുകം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെറമിയ പ്രവാചകൻ അവിടം വിട്ടുപോയി. ജെറമിയ പ്രവാചകൻ്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകൻ ഒടിച്ചു കളഞ്ഞതിന് ശേഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: ഹനനിയായോട് ചെന്ന് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുകമുണ്ടാക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുന്നതിന് അടിമത്തത്തിൻ്റെ ഇരുമ്പ് നുകം ഞാൻ സകല ജനതകളുടെയും കഴുത്തിൽ വച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും. വയലിലെ മൃഗങ്ങളെപ്പോലും ഞാൻ അവനെ കൊടുത്തിരിക്കുന്നു. അനന്തരം ജെറമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു: ഹനനിയ, ശ്രദ്ധിക്കുക, കർത്താവ് നിന്നെ അയച്ചതല്ല, വ്യർത്ഥമായ പ്രത്യാശ നീ ജനത്തിന് നൽകി. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ ഭൂമുഖത്ത് നിന്ന് നീക്കിക്കളയും. ഈ വർഷം തന്നെ നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ആ വർഷം 7-ാം മാസം ഹനനിയ പ്രവാചകൻ മരിച്ചു.